ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ആഗ്രഹിക്കുന്ന തുകയെ വളരെ എളുപ്പത്തിൽ ആകർഷിക്കാൻ ആവശ്യമായ ഏറ്റവും പവർഫുള്ളായ ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഓപ്പനോ എന്ന് പറയുന്ന ടെക്നിക്കിനെ കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിരുന്നു. മിക്കപ്പോഴും നമ്മൾ അതിൽ പറഞ്ഞത് റിലേഷൻഷിപ്പ് ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്നിവിടെ പറയാൻ പോകുന്നത് പണത്തിൻ്റെ കാര്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന തുക അത് ചെറുതോ വലുതോ ആവട്ടെ, ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ആകർഷിക്കാൻ സാധിക്കുന്നതാണ്. ആദ്യമായി തന്നെ ഡോക്ടർ ഹ്യൂ ലെൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലൂടെ നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കാരണം പലപ്പോഴും പണം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് മിക്കപ്പോഴും കുട്ടിക്കാലം മുതൽ കേൾക്കുന്നത്. അതായത് പണം അമിതമായാൽ നമുക്ക് അഹങ്കാരം വർദ്ധിക്കും, അതോടൊപ്പം തന്നെ പണക്കാരെല്ലാം തന്നെ ദുഷ്ടന്മാരാണ്, പണം ഒരു ഈവിളായിട്ടുള്ള കാര്യമാണ് എന്ന രീതിയിൽ പണം എന്ന് പറയുന്ന ആ ഒരു ഊർജ്ജത്തോട് അല്ലെങ്കിൽ ദൈവികമായ ഊർജ്ജത്തോട് നമ്മൾ പലപ്പോഴും പറഞ്ഞിരിക്കുന്നത് നെഗറ്റിവിറ്റിയാണ്. എന്നാൽ നമ്മൾ ആദ്യം തന്നെ അവയോട് ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയേണ്ട അഫർമേഷൻസ് ഇങ്ങനെ ഓപ്പനോ ടെക്നിക്ക്. ആദ്യമായി തന്നെ പണത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മൾ പറയേണ്ട അഫർമേഷൻസ് ഇതാണ്: ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നുള്ളതാണ്. അതായത് ഡിയർ മണി, സ്നേഹമുള്ള പണമേ അല്ലെങ്കിൽ പ്രിയപ്പെട്ട പണമേ, ഐ ആം സോറി, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, ഇപ്പോൾ എന്നോട് ക്ഷമിച്ചാലോ. താങ്ക് യു, ഞാൻ നിന്നോട് നന്ദി പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ രീതിയിലെ അഫർമേഷൻ ഫോമാറ്റാണ് നിങ്ങളിത് ഫോളോ ചെയ്യേണ്ടത്. കാര്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു 10 രൂപയുടെയോ അല്ലെങ്കിൽ 100 രൂപയുടെ നോട്ട് കയ്യിൽ പിടിച്ചിട്ട് ആ ഒരു ഹാപ്പിനെസ് ഫീലിങ്ങോടെ ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന രീതിയിൽ നമുക്ക് വീണ്ടും പറയാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നമ്മളെ മനസ്സിലെ ആ ഒരു പണത്തോടുള്ള നെഗറ്റിവിറ്റി മാറുന്നതനുസരിച്ച് നമുക്ക് പണം വരാനുള്ള അവസരങ്ങളാണ് വരിക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പണത്തിന് വേണ്ടി ഈ അഫർമേഷനും ഈ കാര്യങ്ങളെല്ലാം തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റിയാണ് വരിക. ചിലപ്പോൾ ബിസിനസ് അവസരങ്ങളായിരിക്കും, ചിലപ്പോൾ ചില വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടും, നമ്മുടെ ബിസിനസ് ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വ്യക്തികളെ കണ്ടുമുട്ടും. അതിലൂടെ നമ്മളെ ചെയ്യുന്ന കർമ്മത്തിൽ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു ഓപ്പനോ എന്ന് പറയുന്ന ടെക്നിക്ക് പണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ കാണുന്ന മിറാക്കിൾ. കഴിയുന്നതും നമ്മൾ പണത്തോടെ എപ്പോഴും സ്നേഹത്തോടെയും അതോടൊപ്പം തന്നെ പണം കൊടുക്കുന്ന സമയത്തും പണം വാങ്ങുന്ന സമയത്തും അരികത്തോ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയുകയാണെങ്കിലും നമുക്ക് ഇതെല്ലാം തന്നെ ബ്ലോക്കുകൾ മാറ്റാൻ സാധിക്കുന്നതാണ്. കാരണം നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം, നമുക്ക് പണം തരുന്ന സമയത്താണ് നമ്മൾ താങ്ക് യു എന്ന് പറയുക. എന്നാൽ പണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ താങ്ക് യു പറയാറില്ല. കാരണം അത് എൻ്റെ പണമാണല്ലോ എന്നുള്ള ചിന്തയാണ്. കാരണം ഇതെല്ലാം തന്നെ ഞാൻ സമ്പാദിച്ച പണമാണ് അല്ലെങ്കിൽ എൻ്റെ പണമാണ് എന്ന് ചിന്തിക്കാതെ ഇതെല്ലാം തന്നെ എനിക്ക് ദൈവം തരുന്നതാണ് അല്ലെങ്കിൽ ദൈവികമായ ശക്തി എനിക്ക് തരുന്ന വരദാനമാണ് ഈ പണമെല്ലാം എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് വെക്കുക. കാരണം പലപ്പോഴും ഇതെല്ലാം എൻ്റേതാണെന്ന് പറയുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ അഹങ്കാരമാണ് വർദ്ധിക്കുക. അതായത് ഈ പണം എൻ്റേതാണ്, ഇതെല്ലാം എൻ്റേതാണ്. മറിച്ച് എല്ലാം തന്നെ ദൈവികമായ അനുഗ്രഹത്താൽ കിട്ടിയതാണ്. ഇതിലൂടെ എൻ്റെ ജീവിതത്തെ കൂടുതൽ ഭംഗിയുള്ളതും അതോടൊപ്പം തന്നെ സന്തോഷപൂർണ്ണമാക്കാനും സാധിക്കുന്ന ഒരു ദൈവികമായ ഒരു കാര്യമാണ് പണം. അതോടൊപ്പം തന്നെ അതിനെ ബഹുമാനിക്കണം എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. പലപ്പോഴും പണത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാതെ നമ്മൾ വീട്ടിൽ അവിടെ ഇവിടെയായിട്ട് നമ്മൾ വെക്കും. ഒരിക്കലും തന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ ഒരു ബൗളിലോ കാര്യങ്ങളിലോ നമുക്ക് പണത്തെ വെക്കാം. അതോടൊപ്പം തന്നെ അത് ആ ഒരു ഹിന്ദുയിസത്തിൽ അതിനെ ലക്ഷ്മി ദേവിയായിട്ടാണ് ഒരു ഡിനോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് കാണുന്നത്. കാരണം അതൊരു ഡിവൈനായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ആ ഒരു റെസ്പെക്റ്റ് നമ്മൾ അതിന് കൊടുക്കുകയാണെങ്കിൽ, പണത്തിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പണത്തെ ആകർഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായ രീതിയിലൊന്ന് ഫോളോ ചെയ്തിട്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ കമൻറ്റ് ബോക്സിലെ ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.